ചീത്ത വാക്ക് എന്ന് പറയുന്നത് ഒരു കത്തി പോലെയാണ്. ആ കത്തി കൊണ്ട് നമ്മൾ തമാശക്ക് കുത്തിയാലും വേദനിക്കും, കാര്യത്തിൽ കുത്തിയാലും വേദനിക്കും. ഇതുപോലെയാണ് ചില വാക്കുകൾ എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമുക്കാർക്കും എണ്ണിക്കണക്കാക്കുവാൻ സാധ്യമല്ല. വൈൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് കണക്കാക്കാൻ സാധ്യമല്ല എന്ന് സൂറത്ത് ഇബ്രാഹീമിൻ്റെ 34-ാമത്തെയും സൂറത്തുൻ നഹ്റിൻ്റെ 18-ാമത്തെയും ആയത്തുകളിൽ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. നമുക്ക് കാണുവാൻ കണ്ണും കേൾക്കുവാൻ കാതും നടക്കുവാൻ കാലുകളും പിടിക്കുവാൻ കൈകളും കുടിക്കുവാൻ വെള്ളവും ശ്വസിക്കുവാൻ വായുവും സഞ്ചരിക്കുവാൻ വാഹനങ്ങളും ധരിക്കുവാൻ വസ്ത്രങ്ങളും തുടങ്ങി എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകിയ നാവ് എന്ന അതിമഹത്തായ അനുഗ്രഹത്തെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മെപ്പോലെ നാവുകളുള്ള പലർക്കും സംസാരിക്കുവാൻ കഴിയുന്നില്ല. നാവും അതുപോലെ തന്നെ സംസാരിക്കുവാനുള്ള ഖുദ്റത്ത്, സംസാരശേഷിയും അത് മഹത്തായ അനുഗ്രഹമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദിൻ്റെ 8-9 ആയത്തുകളിൽ ചോദിക്കുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകൾ നൽകിയില്ലേ? വലിസാനം വശഫതൈൻ, ഒരു നാവും 2 ചുണ്ടുകളും നൽകിയില്ലേ എന്നാണ്. അപ്പോൾ നാവ്, ചുണ്ടുകൾ, കണ്ണുകൾ തുടങ്ങി അതെല്ലാം അല്ലാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയതാണ്. പ്രിയമുള്ളവരുടെ, നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്നു എന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, മൃഗങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നാവിനേക്കാൾ നീളമുള്ള നാവുകൾ പോത്തിനും എരുമക്കും ആടിനും മറ്റു ജന്തുക്കൾക്കുമൊക്കെയുണ്ട്. പക്ഷെ അവർക്കൊന്നും മനുഷ്യരായ നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ സാധ്യമല്ല. അല്ലമഹുൽ ബയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിച്ചു എന്ന്, കാര്യങ്ങൾ വിശദീകരിക്കുവാൻ പഠിപ്പിച്ചു എന്ന് സൂറത്തുർ റഹ്മാനിൻ്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ വളരെ മനോഹരമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ മനുഷ്യർക്ക് സാധിക്കുമെന്നത് മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഒരു കഴിവ് തന്നെയാണ്. ഈ നാവ് എന്ന അനുഗ്രഹം കൃത്യമായി എങ്ങനെ വിനിയോഗിക്കണമെന്നും
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകധ്യാപനങ്ങളിലൂടെയും നമ്മെ അറിയിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. വളരെ അർത്ഥവത്തായ ഒരു വചനമാണത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, നല്ലത് പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നല്ലത് പറയാത്തതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കുക എന്നതാണ്. ചീത്തത് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലത് മിണ്ടാതിരിക്കുക എന്നതാണ്. നമ്മുടെ നാവിൽ നിന്ന് നന്മയല്ലാതെ ഒന്നും പുറത്തു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരോട് ചില ബഹുദൈവ വിശ്വാസികളായ ആളുകൾ കടന്നു വന്ന് ചോദിക്കുകയാണ്, മുഹമ്മദ് ഒരു മനുഷ്യൻ മാത്രമല്ലേ? സ്വാഭാവികമായൊരു മനുഷ്യൻ പലതും സംസാരിക്കുമല്ലോ, അതൊക്കെ എന്തിനാണ് നിങ്ങൾ രേഖപ്പെടുത്തുന്നത്? അപ്പോൾ സഹാബിമാർ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിച്ചു, അറിയിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഈ വായിൽ നിന്ന് ഹക്കല്ലാതെ സത്യമല്ലാതെ മറ്റൊന്നും പുറത്തു വരികയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നല്ലത് പറയുക എന്നതാണ്. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ലത് പറയുക എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, അല്ലയ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നേരെ ചൊവ്വ സംസാരിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിൻ്റെ 33-ാം അധ്യായത്തിലെ 70-71 വചനങ്ങളിൽ ഈ കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. നല്ലത് സംസാരിക്കുവാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിക്കുന്നു. ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്. രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എന്ത് വാക്കുകളാകട്ടെ എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് വ്യത്യസ്ത ഭാഷകൾ പ്രശ്നമല്ല, എല്ലാം അവൻ കേൾക്കുന്നു, എല്ലാം അവന് മനസ്സിലാകും. അവന് മനസ്സിലാകാത്ത ശബ്ദങ്ങളില്ല. അതുകൊണ്ട് തന്നെ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക. നാവ് കൊണ്ടൊരിക്കലും കളവ് പറയാൻ നമുക്ക് പാടില്ല. അതുപോലെ തന്നെ കളവുകൾ എഴുതി പ്രചരിപ്പിക്കുവാനും പാടില്ല. അതുപോലെ തന്നെ പരദൂഷണം, ഏഷണി, കുത്തിപ്പറയൽ, അസഭ്യം പറയൽ, മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, ഇങ്ങനെ തുടങ്ങി നാവ് കൊണ്ട് വരുന്ന ഒരുപാട് വിപത്തുകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഗൗരവമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. ചീത്ത വാക്ക് എന്ന് പറയുന്നത് ഒരു കത്തി പോലെയാണ്. ആ കത്തി കൊണ്ട് നമ്മൾ തമാശക്ക് കുത്തിയാലും വേദനിക്കും, കാര്യത്തിൽ കുത്തിയാലും വേദനിക്കും. ഇതുപോലെയാണ് ചില വാക്കുകൾ എന്ന് പറയുന്നത്. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, ഞാൻ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവുണ്ടാവാൻ കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം സംസാരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൻ്റെ അഥവാ 49-ാം അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൻ്റെ ആയത്തുകളിൽ ഒരുപാട് ആദാബുകൾ, മര്യാദകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ വായിച്ചു നോക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിൻ്റെ ആശയങ്ങളുമൊക്കെ. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വ്യത്യസ്ത മര്യാദകൾ അവിടെ നമുക്ക് കാണാം. ഇവിടെ അല്ലാഹു പറയുന്നു, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമരായേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്ന സ്ത്രീകളായേക്കാം പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമം. ഇങ്ങനെ ഓരോ വിഷയം പഠിപ്പിക്കുന്നു. നിങ്ങൾ ചീത്തപ്പേര് വിളിക്കരുത്, ഇരട്ടപ്പേര് വിളിക്കരുത്, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. മറ്റൊരാളുടെ പരദൂഷണം പറയുന്നതിന് അള്ളാഹു ഉപമിച്ചത് മരിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരൻ്റെ മാംസം കഴിക്കുന്നതിനോടാണ്.
അത് നിങ്ങൾ വെറുക്കുന്നുവല്ലോ എങ്കിൽ നിങ്ങൾ പരദൂഷണം പറയരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഖബറിൽ പോലും ശിക്ഷ ലഭിക്കുവാൻ കാരണമായി തീരുന്ന പാപമാണ് ഏഷണി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും നാശം. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ആരെയും വേദനിപ്പിക്കരുത്, ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോഴും ഏതൊരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വാക്ക് കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്കെത്തുമോ, അതല്ല ഈ വാക്ക് എന്നെ നരകത്തിലെത്തിക്കുമോ എന്നുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, 2 കാര്യങ്ങൾ സംബന്ധിച്ച് ആരെങ്കിലും എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗം ലഭിക്കുമെന്ന് ജാമ്യം നിൽക്കാമെന്നാണ്. 1, 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവാണെങ്കിൽ 2 തുടയെല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയമാണ്. ഇവ രണ്ടും കൃത്യമായി കാത്തുസൂക്ഷിച്ച് ജീവിച്ചാൽ സ്വർഗമുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ തമാശയായിട്ടാണെങ്കിൽ പോലും കളവ് പറയാതിരിക്കുന്ന ആളുകൾക്ക് ഒക്കെയും സ്വർഗത്തിൽ പ്രത്യേകമായ ഭവനമുണ്ട് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, എല്ലില്ലാത്ത ഒരവയവമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത്. ഈ ഒരവയവത്തെ നന്മയ്ക്കു വേണ്ടിയും തിന്മയ്ക്കു വേണ്ടിയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ നല്ലത് മാത്രം പറയുക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഓതാനും ദിക്റുകൾ ഉരുവിടാനും നന്മയിലേക്ക് ക്ഷണിക്കുവാനും തിന്മ എതിർക്കാനും നല്ല കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും ഒക്കെ നമ്മുടെ നാവ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്ക് വേണമെങ്കിൽ അകന്നു നിൽക്കുന്ന 2 ആളുകളെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ അവരെ യോജിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ അടുത്ത് നിൽക്കുന്ന 2 ആളുകളെ പരസ്പരം തെറ്റിക്കുവാനും നമ്മുടെ നാവ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ജനങ്ങൾക്കിടയിൽ ആരോപണങ്ങളും മറ്റും പ്രചരിപ്പിക്കുവാൻ നമുക്ക് നാവ് ഉപയോഗപ്പെടുത്താം. അതേ അവസരത്തിൽ എല്ലാ തെറ്റിദ്ധാരണകളും തിരുത്തുവാനും നമ്മുടെ നാവ് നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ നാവ് കൊണ്ട് സ്വർഗത്തിനു വേണ്ടി പരിശ്രമിക്കാം, അല്ലെങ്കിൽ നരകം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. നന്മയുടെ മാർഗം തിരഞ്ഞെടുക്കുക, നാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.